രൂപ മുടക്കിയ സ്ഥലത്താണ് പ്രോബ് വാങ്ങാൻ 4000 രൂപ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ ഒക്കെ ആകുമ്പോൾ ആരോഗ്യ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ? ചെയർമാനും മറ്റും ടെന്നീസ് ഒക്കെ നല്ലതാണല്ലോ. അതെ 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 ചെയർമാൻ മാത്രമല്ല മന്ത്രി നോക്കുന്നത് നന്നായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. പിന്നെ താങ്കൾ പറഞ്ഞു 38,000 രൂപയിൽ നിന്ന് 42,000 രൂപ ആയതുകൊണ്ട് 4,000 രൂപ വർദ്ധിച്ചുകൊണ്ട് അത് കേസിൽ പ്രതിയാകുമെന്ന് പറയുമ്പോൾ ഞാൻ നിയമസഭയിൽ 12/12/2022 ശ്രീ സനീഷ് കുമാർ ജോസഫിന് ശ്രീമതി വീണ ജോർജ് കൊടുത്ത ഒരു മറുപടിയുണ്ട്. ഞാൻ അതൊന്ന് വായിക്കാൻ എന്നെ അനുവദിക്കണം. KMCL അതായത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ് കേരളത്തിലെ ആരോഗ്യ രംഗത്തേക്ക് ഇത്തരത്തിൽ പർച്ചേസുകൾ നടത്തുന്ന കമ്പനിയാണ്. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ്, മെഡിക്കൽ കോർപ്പറേഷനാണ് കേരള മെഡിക്കൽ സ്റ്റേറ്റ് മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ. ആ KMCL ടെന്നീസ് ക്ലബിൽ മെമ്പർഷിപ്പ് എടുക്കാനുണ്ടായ കാരണം വിശദമാക്കാമോ? ചോദ്യം അതാണ്. ഇതൊന്നും ലഭ്യമായ വിവരപ്രകാരം KMCL ചെയർമാന്റെ നിർദ്ദേശപ്രകാരമാണ് മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ളത്. ഒരു ഉപചോദ്യ കൂട്ടത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം. KMCL നാളെ വരെ ടെന്നീസ് ക്ലബിന് എത്ര രൂപ നൽകിയെന്ന വിവരം വ്യക്തമാക്കാമോ? KMCL ടെന്നീസ് ക്ലബിന് 2017 മുതൽ 2022 ഓഗസ്റ്റ് വരെ 22 ക്വസ്റ്റ്യനാണ് 19,13,700 രൂപ നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇത്തരം വിലകളെ കുറിച്ചും ഇത്തരം എക്യുപ്മെന്റ്സിനെ കുറിച്ചും. ശ്രീ അനിൽകുമാറെ, താങ്കൾക്കറിയാമോ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലെ കാഷ്വാലിറ്റിയിൽ ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളുടെ മന്ത്രി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നല്ലോ, കാഷ്വാലിറ്റിയിൽ 16 വെന്റിലേറ്റർ ഉണ്ട്. ഇതിൽ 14 എണ്ണവും ഇപ്പോ വർക്ക് ചെയ്യുന്നില്ല, ഫംഗ്ഷൻ ചെയ്യുന്നില്ല. താങ്കൾക്കറിയാമോ? ഇതൊരു തറ പരിപാടിയായി പോയി. സർജിക്കൽ സ്യൂട്ട് അഥവാ ഓപ്പറേഷൻ തിയേറ്റർ ഈ പറയുന്ന പിന്നെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട് 5 എണ്ണമുണ്ട്. ഇതിൽ 3 എണ്ണം മാത്രമേ ഇപ്പോഴും പ്രവർത്തിക്കുന്നുള്ളൂ. അനിൽകുമാറെ, പൈസ കിട്ടാഞ്ഞിട്ടാണോ? അടച്ചിട്ടിരിക്കുകയാണ് 2 എണ്ണം. എന്തുകൊണ്ടാണ്? CT സ്കാൻ എടുക്കണോ, MRI സ്കാൻ എടുക്കാനോ അവിടെ ഫാക്കൽറ്റികളില്ല. ഇവിടെ CT എടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടുന്നത് എത്ര ദിവസം കഴിഞ്ഞിട്ടാണ്? ഏറ്റവും ചുരുങ്ങിയത് ഒരു CT എടുക്കണമെങ്കിൽ എമർജൻസിയിൽ കേസായിട്ട് വന്ന് കാഷ്വാലിറ്റിയിൽ വരുന്ന ഒരു പേഷ്യന്റ് CT എടുക്കണമെങ്കിൽ 1 മണിക്കൂർ മുതൽ 6 മണിക്കൂർ വരെ കാത്തു നിൽക്കേണ്ടി വരുന്നുണ്ട്. MRI ഒരൊറ്റ MRI മെഷീൻ മാത്രമാണ് ഇപ്പൊ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുള്ളത്, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി പറഞ്ഞത് വിദേശ രാജ്യങ്ങളിൽ പോലും MRI എടുക്കാൻ പറ്റാത്തവർ കേരളത്തിലോട്ട് അതിനുവേണ്ടി വിമാനം പിടിച്ചു വന്ന് MRI എടുത്തിട്ട് തിരിച്ചു പോകുന്നു എന്നാണ്. അതെ അതെ അതൊക്കെ സ്വകാര്യ ലാബുകളിലാണ്. അവരുടെ ഏജന്റാണോ സംശയിക്കേണ്ടിരിക്കുന്നത്. ഞാൻ ഇതൊന്നും കണ്ട് വിരളാൻ പാടില്ല കുഞ്ഞുങ്ങളെ. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. നിങ്ങൾ ഈ പറയുന്നത് ആഹ്ലാദത്തിലാണ്. ആരോഗ്യ മേഖലയെ നശിപ്പിച്ചത് ആര്? അതിനർത്ഥം നിഷയ്ക്ക് നല്ല ഉറപ്പാണ്, ഇത് നശിച്ചു കഴിഞ്ഞു, ഇനി രക്ഷയില്ല, ഇനി രക്ഷിക്കാൻ വേണ്ടി സതീശനെ കൊണ്ടുവന്നേക്കാം. ഇതായിരിക്കുമല്ലോ നിങ്ങളുടെ ചിന്ത. എന്നിട്ട് 2 നിങ്ങൾ പറഞ്ഞു നമ്മുടെ മന്ത്രി അവാർഡ് വാങ്ങിച്ചു. ഏത് മന്ത്രി? 1-ാം മന്ത്രി. അതൊരു പുതിയ പ്രയോഗമാണ്, 1-ാം ആരോഗ്യമന്ത്രി. അത് ശൈലജ ടീച്ചറെ അപമാനിക്കാൻ വേണ്ടിയാണ് ആ വാക്ക് പറയുന്നത്. ഞാൻ നന്നായിട്ടറിയാം, നിങ്ങളുടെ പുച്ഛം നന്നായി. അങ്ങനെ 1-ാമത്തെ ആരോഗ്യമന്ത്രി അവാർഡ് വാങ്ങിച്ചപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വന്ന കണക്കനുസരിച്ച് കോവിഡ് കാലത്തെ മരണത്തോട് അത് അവാർഡ് വാങ്ങിക്കാത്ത കാര്യം വേറെയാ. നിങ്ങളെപ്പോലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നവരുടെ അഭിനന്ദനങ്ങൾ ആവശ്യമില്ല എന്നാണ് ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാട്. അതുകൊണ്ടാണ് അവാർഡ് വാങ്ങാത്തത്. ആക്ഷേപിക്കുന്നു 1-ാം മന്ത്രി, മറ്റേ 2-ാം മന്ത്രി. അത് സർവ്വപുച്ഛമാണല്ലോ. അവിടെയാണ് അതൊക്കെ എങ്ങനെയാണ് അപമാനമായി മാറുന്നത്? 2 സർക്കാരുകൾ ഒരേ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ വരുമ്പോൾ 1-ാം മന്ത്രിസഭയിലെ മന്ത്രിയെ 1-ാം മന്ത്രി എന്നല്ലേ പറയുന്നത്? 2-ാം മന്ത്രിസഭയിലെ മന്ത്രി 2-ാമത്തെ മന്ത്രി. അതല്ല ഉദ്ദേശം. അപ്പൊ നിങ്ങൾക്കൊരു ഭാഗ്യം ഉണ്ടാവട്ടെ, 3-ാം മന്ത്രി എന്ന് പറയാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കാരണം അടുത്ത സർക്കാരും LDF സർക്കാരായിരിക്കും. ഇതേ നിലയിൽ ആരോഗ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന 3-ാം മന്ത്രിയും ഉണ്ടാകാൻ കഴിയും എന്ന പ്രത്യാശ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാലത്തുള്ള പ്രത്യേകത ആരോഗ്യ മേഖലയിൽ ആളുകൾ മരണപ്പെട്ടതിൽ 3-ാം മന്ത്രി വരട്ടെ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ.